ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലളിതം സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ കർമ്മയോഗോ നാമ്നേ തൃതീയോധ്യായേ നവമി ശ്ലോകഃ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര. അല്ലയോ കുന്തിപുത്ര, യജ്ഞത്തിനുള്ള കർമ്മം വിട്ടിട്ട് ബാക്കി എല്ലാ കർമ്മങ്ങളാലും ഈ ലോകം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ സംഘരഹിതനായിക്കൊണ്ട് നീ കർമ്മത്തെ ആചരിക്കുക. നാമത്തിലേക്ക് വരാം. നാമം 523. ഷഡാനന. 6 ആനനങ്ങളുള്ളത് ഏതൊരു ദേവിക്കാണോ ആ ദേവിയെ ഷഡാനന എന്ന് വിശേഷിപ്പിക്കുന്നു. ആനന എന്നാൽ എല്ലാവർക്കും അറിയാം അല്ലേ? മുഖം, വാതിൽ, പ്രവേശന കവാടം എന്നൊക്കെയാണ്. അത് അനന എന്ന് മാത്രമാകുമ്പോൾ, അതായത് ഷഡ് അനന എന്നുള്ള ഒരു രീതിയിൽ, അപ്പോൾ ശ്വസനം, ഉപജീവനം, ജീവിതക്രമം എന്നൊക്കെ അർത്ഥങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഷട്ട്, ആനന എന്നീ 2 വാക്കുകൾ സന്ധി ചെയ്യുമ്പോഴാണ് ഷഡാനന ഉണ്ടാകുന്നത്. ആജ്ഞാചക്രത്തിൽ 6 മുഖങ്ങളോടുകൂടെയാണ് ശക്തിയുടെ ആവാസം. ഈ 6 മുഖങ്ങൾ എന്താണെന്നറിയോ? നമ്മുടെ ചിന്തകളാണ്. ഹേതു, ബോധം, ചിന്ത, അവബോധം, ജ്ഞാനം, ബുദ്ധി എന്നിങ്ങനെയായിട്ടാണ് ഈ ചിന്തകളൊക്കെ നമ്മിൽ നിലകൊള്ളുന്നത്. പലപ്പോഴായിട്ട് ഇവയെ നമ്മുടെ നാമയാനങ്ങളിൽ വിസ്തരിച്ചിരുന്നു. ഇവിടെ അതിന് പൂർണ്ണ രൂപങ്ങളാണ് സ്വായത്തമായിരിക്കുന്നത്. സ്വാധിഷ്ഠാന പദ്മത്തിലെ 6 വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ 6 മുഖങ്ങളാണ്. അവയെ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴോ ഈ 6 കാര്യങ്ങളും ശരീരവുമായിട്ട് ബന്ധമാണ്. എങ്ങനെയാണെന്നറിയോ? തോന്നൽ, കേൾവി, കാഴ്ച, ഘ്രാണം, സ്പർശം, രുചി. ഇവയെ ബന്ധനം ചെയ്തുകൊണ്ട് ആദിയിലെ ശബ്ദത്തെ ശ്രവിക്കുക എന്നൊരു യോഗമുദ്രയുണ്ട്. ആ മുദ്രയെ ഷൺമുഖി മുദ്ര എന്ന് പറയുന്നു. നമ്മുടെ നാമം യോഗയെ കൂടി ഉദ്ദേശിക്കുന്നുണ്ട് ഇല്ലേ? യോഗയെ മാത്രമല്ല, യോഗ, നമ്മുടെ ശീലങ്ങൾ, കുണ്ടലിനി, അങ്ങനെ പല പല ഘടകങ്ങളെ തൊട്ടുകൊണ്ടാണ് ഈ നാമയാനങ്ങളൊക്കെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ യോഗയെ കൂടി ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഷൺമുഖി മുദ്രയായിട്ടും ഈ നാമത്തെ നമുക്ക് വിഭാവനം ചെയ്യാം. ഇനി ഇത് ചെയ്യുന്നതിനൊരു വിധിക്രമമുണ്ട് കേട്ടോ. സാധകൻ തൻ്റെ 2 കൈപ്പത്തിയിലെയും 10 വിരലുകൾ ഉപയോഗിച്ച് ചെവികൾ, മിഴികൾ, വായ എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ട് നാസാദ്വാരങ്ങളുടെ തൊട്ടുതാഴെ സ്പർശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് അനാദിയിലെ പ്രണവനാദത്തെ മനനം ചെയ്യുകയാണ്. മനുഷ്യരുടെ സപ്തദ്വാരങ്ങളെ പ്രതീകാത്മകമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ധ്യാനാവസ്ഥയാണത്. അങ്ങനെ 2 സന്ധ്യകളിൽ ചെയ്യുകയാണെങ്കിൽ സാധകന് കർമ്മലോകം സംഭവിക്കില്ല എന്ന് മണ്ഡല ബ്രാഹ്മണോപനിഷത്ത് പ്രസ്താവിക്കുന്നു. കണ്ടില്ലേ, നമ്മുടെ കർമ്മവുമായിട്ട് അത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കൂ. കൂടാതെ മറ്റു ചക്രങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നതും ഈ മുഖങ്ങളാണ്. ഇവയുടെ പവിത്രതയാണ് ഇവിടെ വിഷയീഭവിക്കുന്നത്. പവിത്രത എന്നാലോ പ്രവൃത്തിയുടെ നൈർമല്യം, അതിലെ പൊതുവായിട്ടുള്ള ശരി എന്നൊക്കെ ഏറ്റെടുക്കണം. നമ്മുടെ 6 തത്വശാസ്ത്രങ്ങളെ ഉൾപ്പെടുത്താം. സാഖ്യം, ന്യായം, യോഗം, വൈശേഷികം, ഉത്തരീ, മീമാംസം, വേദാന്തം. ഈ 6 മുഖങ്ങളും ഇതിനോടനുബന്ധമായിട്ടാണ് വിശദമാക്കപ്പെട്ടിരിക്കുന്നത്. ഭക്തിയിലൂടെ നോക്കുമ്പോൾ ആജ്ഞാചക്രപത്മത്തിലിരിക്കുന്ന ദേവി എല്ലാ ചക്രങ്ങളുടെയും മേലും മേൽക്കോയ്മ സ്ഥാപിച്ചു വച്ചിരിക്കുകയാണ്. അങ്ങനെ സ്ഥാപിച്ചിട്ട് 6 മുഖങ്ങളോടുകൂടെ അത്യന്തം നിർമ്മലയായിട്ട് വിരാജിക്കുന്നു. നമ്മുടെ ദേവതമാരിൽ സുബ്രഹ്മണ്യനാണ് 6 മുഖങ്ങളുള്ളത്. 6 മുഖങ്ങൾ ഈശാനം, തത്പുരുഷം, വാമദേവം, അഘോരം, സദ്യോജാതം, അധോമുഖം എന്നിങ്ങനെയുള്ള 6 ഗുണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ ഗുണങ്ങളുടെ പരിപൂർണത മൂലമാണ് 6 താമരപ്പൂക്കളിലായിട്ട് ആ സ്വരൂപങ്ങൾ ചേർന്ന് നിന്നിരുന്നത്. സുബ്രഹ്മണ്യൻ എന്ന നാമത്തിൻ്റെ അർത്ഥം എന്താണ്? അത്യന്തം വിശുദ്ധിയുള്ളവൻ. സു എന്നാൽ അത്യന്തം, വിശുദ്ധിയുള്ളവൻ, ബ്രഹ്മണ്യൻ. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യൻ എന്നുള്ള നാമം വന്നത്. നാമം ഇനി അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത ധന്യമായിട്ടുള്ള ചിന്താതലങ്ങളായിരിക്കണം. ഏതൊരു വിഷയത്തെയും അതിൻ്റെ നന്മയിലൂടെ ചിന്തിക്കുന്ന ഒരു പ്രകൃതമായി തീരട്ടെ നമ്മളെല്ലാവരും. നമസ്കാര ശബ്ദം. ഓം ഷഡാനനായ നമഃ.
നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി, ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ഓ